ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. അയൽക്കാർ ആദ്യം എന്ന ഇന്ത്യയുടെ നയത്തിന്റെ നെടും തൂണുകളിലൊന്നാണ് ബംഗ്ലാദേശ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിതല ഉച്ചകോടിയിൽ നിരവധി ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു. ആഭ്യന്തര വിപണിയിൽ നിന്ന് 27,000 കോടി രൂപയുടെ പടക്കോപ്പുകൾ വാങ്ങാൻ രാജ്യരക്ഷാമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ അനുമതി. കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് കർഷകർക്കെഴുതിയ കത്തിൽ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.31% ഉയർന്നു. ഓസ്ട്രേലിയയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിൽ. ഐഎസ്എല്ലിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. അയൽക്കാർ ആദ്യം എന്ന ഇന്ത്യയുടെ നയത്തിലെ നെടും തൂണുകളിലൊന്നാണ് ബംഗ്ലാദേശ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ഇന്നലെ നടത്തിയ വെർച്വൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പശ്ചാത്തലത്തിൽ വർദ്ധിച്ച ആരോഗ്യമേഖലയിലെ സഹകരണത്തിൽ പ്രധാനമന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിനുകൾ ബംഗ്ലാദേശിന് ലഭ്യമാക്കുമെന്ന് ശ്രീ മോദി ഉറപ്പു നൽകി. ഇന്ത്യയിലെ ഹൽദിബാരിയെ ബംഗ്ലാദേശിലെ ചിലഹട്ടിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനും ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. അസോചം സ്ഥാപക വാരാചരണത്തിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അസോചം നൂറ്റാണ്ടിന്റെ സംരംഭകൻ പുരസ്കാരം രത്തൻ ടാറ്റയ്ക്ക് സമ്മാനിക്കും. ഇന്ത്യൻ സായുധ സേനകളുടെ ആവശ്യങ്ങൾക്കായി 27,000 കോടി രൂപ വിലമതിക്കുന്ന പടക്കോപ്പുകളും ആയുധങ്ങളും ആഭ്യന്തര വിപണിയിൽ നിന്ന് വാങ്ങാൻ തീരുമാനം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ സമിതി യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഡിആർഡിഒ വികസിപ്പിച്ച എയർബോൺ ഏർലി വാർണിംഗ് ആന്റ് കൺട്രോൾ സിസ്റ്റം, നാവികസേനയ്ക്കു വേണ്ടി അത്യാധുനിക കപ്പലുകൾ, കരസേനയ്ക്കു വേണ്ടി മോഡുലാർ പാലങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്നും ഈ നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കുന്നതിനോടൊപ്പം കൂടുതൽ സ്വതന്ത്രരുമാക്കുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം എന്നതാണ് ആപ്തവാക്യമെന്നും കർഷകർക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 6 വർഷമായി വിവേചനമില്ലാതെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടു പോകുന്നത്. നിരവധി കർഷക സംഘടനകൾ പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കർഷക സഹോദരങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് ശ്രീ തോമർ കത്തിലൂടെ വ്യക്തമാക്കിയതെന്നും എല്ലാ കർഷകരും അത് വായിക്കണമെന്നും പരമാവധി പേരിലേക്ക് എത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കേന്ദ്ര കാർഷിക മന്ത്രി നരേന്ദ്രസിംഗ് തോമർ കാർഷിക ഉൽപാദക സംഘടനാ പ്രതിനിധികളുമായും കർഷകരുമായും കൂടിക്കാഴ്ച നടത്തി. പുതിയ കാർഷിക നിയമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500ഓളം കർഷക പ്രതിനിധികൾ എത്തിയത്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ മൂലം നഷ്ടം വരാത്തതും ലാഭകരവും സുസ്ഥിരവുമാകണം കൃഷിയെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യമെമ്പാടും വാഹനങ്ങളുടെ തടസ്സമില്ലാത്ത നീക്കം ഉറപ്പാക്കുന്നതിന് ജിപിഎസ് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ടോൾ ശേഖരണത്തിന് സർക്കാർ അന്തിമ രൂപം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രി നിതിൻ ഗഡ്കരി. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ ടോൾ ഫ്രീയായി മാറുമെന്ന് ഇത് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ്ജ മേഖലയിൽ ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആത്മനിർഭർ ഊർജ്ജ എന്ന പേരിൽ വ്യക്തമായ മാർഗരേഖ വികസിപ്പിച്ച് വരികയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അസോചം സ്ഥാപക വാരം 2020നെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആത്മനിർഭർ ഭാരത് ഊർജ്ജ സംരംഭങ്ങളിൽ പങ്കുചേരാൻ ഇന്ത്യൻ വ്യവസായ ലോകത്തെ ക്ഷണിച്ചു. പോസ്റ്റ് ബ്രെക്സിറ്റ് യുകെ ഇന്ത്യയുടെ സിഐഐ യോഗത്തെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അഭിസംബോധന ചെയ്തു. അടുത്ത വർഷം 71ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുഖ്യാതിഥിയായി എത്തുന്നതിൽ ഇന്ത്യ സന്തുഷ്ടരാണെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു.
ഔഷധ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ദ്വിദിന വാർഷിക ഉച്ചകോടി കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ മഹാമാരി കാലത്ത് ആഗോള ഇന്ത്യൻ കമ്പനികൾ രാജ്യസേവനത്തിൽ ഏർപ്പെടുകയും അവരുടെ ശ്രമങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല കൂടുതൽ ശക്തിപ്പെട്ടതായി ശ്രീ സദാനന്ദ ഗൌഡ അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-01 ISRO വിജയകരമായി വിക്ഷേപിച്ചു. വിശദാംശങ്ങളുമായി അരവിന്ദ്. ഇന്നലെ വൈകിട്ട് 3:41 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-1നെയും വഹിച്ച് PSLV C-50 റോക്കറ്റ് കുതിച്ചുയർന്നത്. 21 മിനിറ്റ് കൊണ്ട് ദൌത്യം പൂർത്തിയായി. 7 വർഷത്തോളം ആയുസ് പ്രതീക്ഷിക്കുന്ന ഉപഗ്രഹം 2011 വിക്ഷേപിച്ച GSAT-12 പകരമാണ് വിക്ഷേപിച്ചത്. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും ISRO ചെയർമാൻ K. ശിവൻ അഭിനന്ദിച്ചു. ഘട്ടം ഘട്ടമായി ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്തുമെന്നും ഡിസംബർ 21 ഉപഗ്രഹം അന്തിമ ഭ്രമണപഥത്തിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വരും ദിവസങ്ങളിൽ ISROയുടെ കൂടുതൽ ദൌത്യങ്ങളും വിക്ഷേപണങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. PSLV C-51ന്റെ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതിനു പുറമെ ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SSLV വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. അഭിമാന ദൌത്യങ്ങളായ ചന്ദ്രയാൻ 3, ഗഗൻയാൻ, സൂര്യനെപ്പറ്റി പഠിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ആദിത്യ L1 എന്നിവ വിക്ഷേപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം 95 ലക്ഷത്തോടടുക്കുന്നു. 95.31% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 3.22 ലക്ഷമായി കുറഞ്ഞു. 1.45% മരണനിരക്ക്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7.52 കോടി കടന്നു. 5.24 കോടി പേർ രോഗമുക്തരായി. 16.5 ലക്ഷത്തിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. കൊറോണ വൈറസ് പ്രതിരോധ വാക്സിൻ വാങ്ങുന്നതിന് സമ്പന്ന രാഷ്ട്രങ്ങൾ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വാക്സിൻ ദേശീയതലത്തിൽ മാത്രം ഉപയോഗിച്ചല്ല നാം കോവിഡിനെ പരാജയപ്പെടുത്താൻ പോകുന്നതെന്നും അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് കോവിഡ്-19 സ്ഥിരീകരിച്ചു. യൂറോപ്യൻ ഉച്ചകോടി അടക്കം നിരവധി പരിപാടികളിൽ സമീപ ദിവസങ്ങളിൽ മാക്രോൺ പങ്കെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് സ്പെയിൻ, പോർച്ചുഗൽ, ബെൽജിയം, ലക്സംബർഗ് തുടങ്ങിയ രാഷ്ട്ര നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖരും ഉന്നത ഉദ്യോഗസ്ഥരും സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റിന് എത്രയും പെട്ടെന്ന് രോഗം ഭേദമാകട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളും മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും പരീക്ഷകൾ നടത്തുക. ഇന്നലെ ആരംഭിച്ച ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ 1ാം ദിനം പിന്നിടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസ് എടുത്തു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ തുടക്കം ബാറ്റിംഗ് തകർച്ചയോടെയായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ FCയെ നേരിടും. ഇന്നലത്തെ മത്സരത്തിൽ ബംഗളൂരു FC ഒഡീഷയെ തോൽപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയൽക്കാർ ആദ്യം എന്ന ഇന്ത്യയുടെ നയത്തിന്റെ നെടും തൂണുകളിലൊന്നാണ് ബംഗ്ലാദേശ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിതല ഉച്ചകോടിയിൽ നിരവധി ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു. ആഭ്യന്തര വിപണിയിൽ നിന്ന് 27,000 കോടി രൂപയുടെ പടക്കോപ്പുകൾ വാങ്ങാൻ രാജ്യരക്ഷാ മന്ത്രി അധ്യക്ഷനായ സമിതിയുടെ അനുമതി. കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് കർഷകർക്ക് എഴുതിയ കത്തിൽ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.31% വർദ്ധിച്ചു. ഓസ്ട്രേലിയയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 1ാം മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിൽ. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News
_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.